പറ്റാതെ സന്തോഷമായിട്ട് പ്രകടനത്തിനായിട്ട് കാത്തിരിക്കുക. ഷാഫിയെ കാത്തിരിക്കുകയാണോ? കാത്തിരിക്കുകയാണ്, സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. തീർച്ചയായും. എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? ഷാഫിയെ വരവേൽക്കാൻ നിൽക്കുന്നത്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ വിജയം ആഘോഷമാക്കുകയാണ് UDF പ്രവർത്തകർ. വടകരയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂരിപക്ഷം നേടിയാണ് ഷാഫി പറമ്പിൽ വടകരയിൽ വിജയിച്ച് കയറുന്നത്. ഇതുവരെ ലഭിച്ച വിവരപ്രകാരം 1,14,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിലിനുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് കൊയിലാണ്ടിയിലാണ്. ഷാഫി പറമ്പിലിന്റെ വാഹന പര്യടനം എലത്തൂരിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഷാഫി പറമ്പിലിനെ കാത്തിരിക്കുകയാണ് UDF പ്രവർത്തകർ. ഇവിടെ നിന്ന് ഷാഫി പറമ്പിലിനെ ഇവിടുത്തെ UDF പ്രവർത്തകർ കൂടി അനുഗമിക്കും. വലിയ ആഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ് UDF പ്രവർത്തകർ ഉള്ളത്. നിലവിൽ ആഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട് എങ്കിൽ കൂടി രാത്രി 7 മണി വരെയാണ് പ്രകടനങ്ങൾക്ക് അനുമതിയുള്ളതെങ്കിൽ കൂടി അതുവരെയുള്ള സമയം പരമാവധി ആഘോഷിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ച് ഏറ്റവും മികച്ച വിജയം തന്നെ വടകരയിൽ നേടാൻ കഴിഞ്ഞു എന്നതിൻ്റെ സന്തോഷത്തിൽ കൂടിയാണ് വടകരയിലെ പ്രവർത്തകരുള്ളത്. ഇത്ര ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നോ? പിന്നെ ഞങ്ങൾ ഭൂരിപക്ഷം പ്രവർത്തിച്ചിട്ട് അതേമാതിരിയുള്ള പ്രവർത്തനം ഞങ്ങളിൽ നിന്നുണ്ടായത്. ഭൂരിപക്ഷം എന്ത് തോന്നുന്നു? 1,00,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. അടക്കാൻ പറ്റാതെ സന്തോഷമായിട്ട് പ്രകടനത്തിനായിട്ട് കാത്തിരിക്കുക. ഷാഫിയെ കാത്തിരിക്കുകയാണോ? കാത്തിരിക്കുകയാണ്, സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. തീർച്ചയായും. എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? ഷാഫിയെ വരവേൽക്കാൻ നിൽക്കുന്നത്. ഇതിനെയാണ് നിരവധി വനിതാ പ്രവർത്തകരുണ്ട്, യുവാക്കളുണ്ട്, മുസ്ലിം ലീഗിൻ്റെയും മറ്റൊക്കെ പ്രവർത്തകർ ഇവിടെ ഷാഫിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. 1,00,000-ലേറെ വോട്ടുകളൊക്കെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നോ? പിന്നെ പ്രതീക്ഷിച്ചു. കാരണം വെച്ചാൽ ഷാഫി ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല, അദ്ദേഹം ഒരു തീയാണ്, ആളിപ്പടരുന്നൊരു തീയാണ്. ജനമനസ്സുകളിലേക്കാണ് പാലക്കാട് നിന്ന് ഷാഫി വടകര ഇറങ്ങിയത്. വടകരയെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് വലിയ വളക്കൂറുള്ള മണ്ണും കൂടിയാണ്. നിയമസഭാ മണ്ഡലങ്ങളുടെ കാര്യം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നിയമസഭയിലേക്ക് 6 മണ്ഡലത്തിൽ നിന്നും LDFന്റെ പ്രതിനിധികളാണ്. അങ്ങനെ ഒരു മണ്ഡലത്തിലാണ് ഇത്ര വലിയ ഭൂരിപക്ഷം ഷാഫി നേടുന്നത്. ഇത് എന്തിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്? വ്യക്തി അത് വെച്ചാല് പിണറായി വിജയന്റെ അവരെ വൃത്തികെട്ട സ്വഭാവത്തിന്റെ ഇതാണ്, പടച്ചോം കൊടുത്താണ്. സംസ്ഥാന സർക്കാരിനെതിരെ കൂടിയുള്ള ഒരു വികാരമാണെന്നാണ് ഇവർ പറയുന്നത്. എന്താ? ഷാഫി എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്നതിലുപരി അതൊരു ട്രെൻഡായിരുന്നു. അതായത് ചെറിയ മക്കൾ തൊട്ട് പ്രായമായ ആൾ വരെ 90 വയസ്സുള്ള പെണ്ണുങ്ങൾ വരെ ഷാഫിനെ കാത്ത് പാതിരാത്രി വരെ ഇവിടെ കാത്തിരിക്കുന്നത് എല്ലാ മീഡിയയിലും മുന്നിലിടും. പിന്നെ പിണറായി സർക്കാരിനോടുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കൊടുത്ത തക്കതായ ശിക്ഷയാണ് 1,14,000 വോട്ടിന് ഷാഫി ജയിച്ചത്. തീർച്ചയായും ആ തരത്തിലാണ് UDF പ്രവർത്തകരോട് ഒരു വിലയിരുത്തലുള്ളത്. നമ്മൾ നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ നോക്കുമ്പോഴും തലശ്ശേരി മണ്ഡലത്തിൽ മാത്രമാണ് LDFന് ഭൂരിപക്ഷം ഉള്ളത്. അതുതന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറവാണ് തന്നെ. 7,500 വോട്ടിന്റെ ഭൂരിപക്ഷം തലശ്ശേരി മണ്ഡലത്തിൽ LDF അധികം നേടിയതൊഴിച്ചു കഴിഞ്ഞാൽ മറ്റു നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഷാഫി പറമ്പിലിന് കൂടുതൽ വോട്ടുകൾ കിട്ടുന്ന നിലയാണ് ഉള്ളത്. ഇപ്പോൾ എലത്തൂരിൽ നിന്ന് ഷാഫി പറമ്പിൽ കൊയിലാണ്ടിയിലേക്ക് എത്തുന്നത് കാത്തിരിക്കുകയാണ്. കൊയിലാണ്ടിയിലേക്ക് ഷാഫി പറമ്പിൽ എത്തുന്നത് കാത്തിരിക്കുകയാണ് UDF പ്രവർത്തകർ. ക്യാമറ പേഴ്സൺ സഞ്ജു പട്ടിമലിനൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1 കോഴിക്കോട്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.